ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലൈറ്റ്സ് ഓഫ് സ്റ്റാറ്റിക് ലാമ്പാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ ലൈറ്റ്സ് ഓഫ് സ്റ്റാറ്റിക് ലാമ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കത് പതുക്കെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബോക്സ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുള്ള MRP എന്ന് പറയുമ്പോഴത്തേക്ക് 1999 ഈ ബോക്സിൽ അടിച്ചിരിക്കുന്ന MRP. പിന്നെ ഞാൻ വാങ്ങിയെന്ന് പറയുമ്പോൾ വെറും 300 രൂപയ്ക്ക് താഴെയാണ് ഈ ലൈറ്റ്സ് ഓഫ് സ്റ്റാറ്റിക് ലാമ്പ് വാങ്ങിയത് മച്ചാൻ പറയും. പിന്നെ ഇതിൻ്റെ ബാക്ക് വന്നിട്ട് പിന്നെ ഇൻസ്റ്റാളേഷൻ്റെ ഫങ്ഷൻസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ 1 2 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത് കിടക്കുന്ന ബ്ലാക്ക് വയറാണ്. ബ്ലാക്ക് വയർ അതിൻ്റെ പോസിറ്റീവാണ് വരുന്നത്. സോറി നെഗറ്റീവാണ്. ഇവിടെ പോസിറ്റീവ് എന്ന് എഴുതിയിട്ട് മൈനസാണ് അവർ എഴുതിയിരിക്കുന്നത്. നമ്മളെ ഈ ബ്ലാക്ക് വയർ വന്നിട്ട് നെഗറ്റീവാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ വയർ അതായത് റെഡ് വന്നിട്ട് നമ്മൾ DRL ഇങ്ങനെ വെള്ള DRLിലാണ് ഈ രണ്ടാമത്തെ വയർ, അതായത് റെഡ്. പിന്നെ ഈ മൂന്നാമത്തെ വയർ വന്നിട്ട് റണ്ണിങ് കേബിൾ, അതായത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇങ്ങനെ നമ്മൾ വര പോലെ കാണിക്കത്തില്ലേ, ആ ഒരു സംഭവമാണ് മൂന്നാമത് കിടക്കുന്നത്. പിന്നെ മച്ചാൻ ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോയിൻ്റെ കട്ട് ചെയ്തിനുള്ളതെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു തിൻ സൈസ് ഇല്ലേ, ഒരു കോയിൻ്റെ സൈസ് എന്നാണ് ഒരു കമ്പനി മെൻഷൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ മച്ചാൻ വരെ 2 കോയിൻസ് തിക്നെസ് ഈസ് ജസ്റ്റ് 2 കോയിൻസ്. 2 കോയിൻ്റെ ഒരു തിക്നെസ് ഇതിലുള്ളതെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിനി ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. പിന്നെ ഇത് IP65 വാട്ടർ പ്രൂഫ് ഇതിലുണ്ട്. ബോക്സ് പൊളിച്ചാലോ. കണ്ടോ മച്ചാൻ വരെ അത്യാവശ്യം നീളമുണ്ട് നമ്മളെ ലൈറ്റ്സ് ഓഫ് സ്റ്റാറ്റിക് ലാമ്പിന്. നേരത്തെ ബോക്സിൽ കണ്ടതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ ബ്ലാക്ക് വയർ ഉണ്ടല്ലോ, ബ്ലാക്ക് വയർ നമ്മളെ കോമൺ വയറാണ്, അതായത് നെഗറ്റീവ് വരുന്ന വയറാണ്. പിന്നെ ഈ റെഡ് വയർ നമ്മുടെ DRLിൻ്റെ. പിന്നെ ഈ യെല്ലോ വയർ വന്നിട്ട് ഇൻഡിക്കേറ്ററിന്. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കിയാലോ. അതിനെ നമ്മളൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നെഗറ്റീവ് സൈഡിൽ ബ്ലാക്ക് വയർ കൊടുക്കുക, പോസിറ്റീവ് സൈഡിൽ നമ്മൾ DRL ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ മച്ചാൻ വരെ അടിപൊളിയില്ലേ. സത്യം പറഞ്ഞാൽ ഇത് കീയൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ലുക്കാണ് നമ്മളെ കാറിന് വരുന്നത്. ഇതാണ് നമ്മളെ DRLിൻ്റെ ഇൻ്റർഫേസ്. നമ്മളിത് ഓണാക്കുമ്പോഴത്തേക്ക് ഒരു വര ഇങ്ങനെ പോയി. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അത്ര ഒരു സത്യം പറയട്ടെ മച്ചാൻ വരെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. നമുക്കിനി ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കി നോക്കിയാലോ. ജസ്റ്റ് ഈ മഞ്ഞ വയറൊന്ന് പോസിറ്റീവിലേക്ക് കൊടുത്താൽ മതി. കണ്ടോ മച്ചാൻ വരെ. അപ്പോൾ മച്ചാൻ വരെ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ലൈറ്റ്സ് ഓഫ് സ്റ്റാറ്റിക് ലാമ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.